brain activity, or what happens during sleep, and how brain is responding, what brain is doing during sleep. ഇതാണ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. കാരണം സ്ലീപ്പ് എന്തിനാണ് ഉറക്കം എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. കാരണം സ്ലീപ്പ് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. ഇനി ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അത് ഭ്രാന്തമായ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയും. ചില ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ളിടത്തൊക്കെ ആളുകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശക്തമായ ലൈറ്റൊക്കെ ഇട്ട് ആളുകൾ അങ്ങനെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ലീപ്പ് ഒരു എസെൻഷ്യൽ റിക്വയർമെൻ്റ് ആണ്. അത് നമുക്ക് ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ബ്രെയിൻ്റെയും എല്ലാം താളം തെറ്റും. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്ലീപ്പ് അപ്പിയേഴ്സ് ടു ബി എ പാസീവ് ആൻഡ് റെസ്റ്റ്ഫുൾ ടൈം. ഇറ്റ് ഇൻവോൾവ്സ് ഹൈലി ആക്റ്റീവ് ആൻഡ് വെൽ കോർഡിനേറ്റഡ്, വെൽ സ്ക്രിപ്റ്റഡ് interplay of brain circuits resulting in various sleep stages. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ആ സമയത്തും കുറേയൊക്കെ ആക്റ്റീവാണ്. ബ്രെയിൻ പല സ്റ്റെപ്സിൽ കൂടിയും ആ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും സ്ലീപ്പിൻ്റെ സമയത്ത് നമ്മൾ സ്വപ്നം കാണാറുണ്ട് അല്ലേ? അപ്പോൾ ആ സ്വപ്നമെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട്, ബ്രെയിൻ വളരെ ആക്റ്റീവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ദ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ്, അത് ഏകദേശം ഡിസ്കവറി ഓഫ് ദ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് വാസ് ഇൻ 1950. 1950s ഒരാൾ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു സമയത്താണ്. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് സ്ലീപ്പ്. അത് നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റിയത് EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചതിന് ശേഷമാണ് EEG എന്ന് പറയുന്ന ഈ ഒരു ബ്രെയിൻ വേവ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. സോ ഡിസ്കവറി ഓഫ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫി വാസ് ഇൻ അറൌണ്ട് 1950. It was in 1950 that we were able to discover what are the events that happens during a sleep. ഇനി ഓരോ ദിവസവും ഈച്ച് നൈറ്റ് ഓവർ ദ കോഴ്സ് ഓഫ് ഫസ്റ്റ് അവർ ഓർ സോ ദ ബ്രെയിൻ പ്രോഗ്രസ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേജസ് ഡ്യൂറിംഗ് വിച്ച് ബ്രെയിൻ വേവ്സ് സ്ലോ ഡൗൺ. ദിസ് പീരീഡ് ഓഫ് സ്ലോ വേവ് സ്ലീപ്പ് ഈസ് അക്കമ്പനീഡ് ബൈ റിലാക്സേഷൻ ഓഫ് മസിൽസ് ആൻഡ് ഐസ്. എന്ത് സംഭവം, അതായത് നമ്മൾ ആദ്യം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഗ്രാഫ് കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, ബ്രെയിനിൽ 3-4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്. ആൽഫ വേവ്സ്, ബീറ്റ വേവ്സ്, തീറ്റ വേവ്സ്, ഡെൽറ്റ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3-4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. ആൽഫ വേവ്സും തീറ്റ വേവ്സും ഒക്കെ ബീറ്റ വേവ്സൊക്കെ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡിനെയാണ് അല്ലെങ്കിൽ ബ്രെയിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏറ്റവും സ്ലോവസ്റ്റ് വേവ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ വേവ്സ് ആണ്. ആ ഡെൽറ്റ വേവ്സിൽ കൂടി കടന്നു പോകുന്നത് പലപ്പോഴും ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്താണ് ഡെൽറ്റ വേവ്സിൻ്റെ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ സ്ലീപ്പ് അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. കാരണം എന്തിനാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്? സ്ലീപ്പ് ഈസ് ബേസിക്കലി എ പ്രോസസ് ഓഫ് റീചാർജിങ്. നമ്മൾ ഈ ബാറ്ററി എല്ലാം ഫോണിൻ്റെ എല്ലാം ബാറ്ററി ഉണ്ടല്ലേ, അത് കുറേ നേരം കഴിയുമ്പോൾ റീചാർജ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റീചാർജ് ചെയ്യണം. ആ റീചാർജ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ ഇൻപുട്സ് ഒന്നും വരാൻ പാടില്ല. അതിനുവേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ബോധപൂർവമായിട്ടുള്ള ഒരു ടെക്നിക്കിനെയാണ് അല്ലെങ്കിൽ ഫിനോമിനനാണ് ബേസിക്കലി സ്ലീപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാ അനിമൽസിലും ഉണ്ട്. പ്രത്യേകിച്ച് ഹയർ അനിമൽസിലാണ് സ്ലീപ്പ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ഒക്കെ സ്ലീപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. പക്ഷെ അതിന് സ്ലീപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. കാരണം അത്രയും ഫിസിയോളജിക്കൽ വർക്കൊന്നും ഒരു മൈക്രോ ഓർഗാനിസത്തിന് വരുന്നില്ല. പക്ഷെ ഹയർ അനിമൽസിൽ എന്ന് പറയുമ്പോൾ അവർ കുറേ കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് സ്ലീപ്പിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ സ്ലീപ്പ് ബേസിക്കലി ഒരു റീചാർജിങ് ആണ്. ഇനി ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചർ, 3 കാര്യങ്ങൾ നോക്കി. ഒരാൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ ഇത് കുറയാണ്. ബ്ലഡ് പ്രഷർ 80, 120 എന്നുള്ള നോർമൽ റേറ്റിൽ നിന്ന് കുറച്ച് താഴോട്ട് പോവാം. ദെൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നതും നോർമലി ഒരു 37 ആ റേഞ്ചിലാണ്.
പക്ഷെ എല്ലായിടത്തും 37 തന്നെ ആവണമെന്നില്ല. അപ്പോൾ സ്ലീപ്പിന്റെ സമയത്ത് ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡി ഒരു ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ സ്ലീപ്പിൽ കാണുന്നത്. സോ ഇഫ് അവേക്കൻ ഡ്യൂറിങ് ദിസ് ടൈം, മോസ്റ്റ് പീപ്പിൾ ഓൺലി റിക്കോൾ ഫ്രാഗ്മെന്റഡ് തോട്ട്സ്, നോട്ട് ആക്റ്റീവ് ഡ്രീംസ്. അപ്പോൾ എന്താണ് ഡ്രീംസ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വരാം. അതായത് സ്ലീപ്പിൻ്റെ സമയത്ത് നമുക്കൊരു ഫിസിയോളജിക്കലായിട്ട് ചില ചേഞ്ചസ് വരുന്നതിൽ ദർ ഈസ് ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്, ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് ഡിക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി REM, റെം സ്ലീപ്പ് എന്ന് പറയുന്നുണ്ട്. റെം എന്ന വാക്കിനർത്ഥം റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് റെം സ്ലീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് അവർ നമ്മൾ ഏകദേശം ഫസ്റ്റ് അവറിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ, ഓവർ ദി കോഴ്സ് ഓഫ് ഫസ്റ്റ് അവർ ബ്രെയിൻ പ്രോഗ്രസ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേജസ്. ആദ്യത്തെ ഒരു മണിക്കൂർ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണ്. സോ ഡ്യൂറിങ് ദ ഫസ്റ്റ് അവർ ദർ ഈസ് എ ഗ്രാജുവൽ സ്ലോയിങ് ഡൗൺ ഓഫ് ബ്രെയിൻ വേവ്സ്. ബ്രെയിൻ വേവ്സിൻ്റെ സ്പീഡ് അതാണ് സ്ലോ വേവ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സ്ലോ വേവ് സ്ലീപ്പ് എന്നാണ്. അപ്പോൾ ആ ഒരു സ്ലീപ്പ് കഴിഞ്ഞാൽ, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ടിവിറ്റി അൾട്ടർ എന്ന വാക്കിനർത്ഥം ചേഞ്ച് എന്നാണ്. ബ്രെയിൻ ആക്ടിവിറ്റി വിൽ ചേഞ്ച്. ആ സമയത്ത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ ഡീപ്പ് സ്ലോ വേവ് സ്ലീപ്പ് ആയിരുന്നെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂറോ അതിന് മുകളിലുള്ള സമയത്തേക്ക് നമ്മൾ കാണുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പാണ് കാണുന്നത്. സോ ഫസ്റ്റ് 1 hour ദർ ഈസ് സ്ലോ വേവ് സ്ലീപ്പ്. ആഫ്റ്റർ ദാറ്റ് ഫോർ അബൌട്ട് ഹാഫ് ആൻ അവർ ഓർ മോർ വി ക്യാൻ ഹാവ് എ റെം സ്ലീപ്പ്. റെം എന്ന വാക്കിനർത്ഥം റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഈ റെം സ്ലീപ്പിന്റെ ഒരു പ്രത്യേകത, റെം സ്ലീപ്പ്, ഒരാൾ റെം സ്ലീപ്പിലാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ അയാൾ ഉറങ്ങിക്കിടക്കുന്ന ആളെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ ആ കണ്ണ് കിടന്ന് അനങ്ങുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ നാളെ വീട്ടിലുള്ള ആരെങ്കിലും പോയി കിടന്നുറങ്ങുമ്പോൾ നോക്കുക. ആദ്യം ഒരു മണിക്കൂർ കഴിഞ്ഞ് പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെം സ്ലീപ്പിലാണെങ്കിൽ ഈ കണ്ണിൻ്റെ ചലനം കാണാൻ പറ്റും. അതാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെം സ്ലീപ്പിൽ കുറേയധികം ഇവൻറ്റ്സ് സംഭവിക്കുന്നുണ്ട്. സോ പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ നിയോ കോർട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കോർട്ടെക്സിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നിയോ കോർട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ REM sleep is characterized by neocortical EEG waves similar to those observed during walking. ഒരാൾ നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EEG വേവ്സ് എങ്ങനെയാണോ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു വേവ്സ് ആണ് REM സ്ലീപ്പിൻ്റെ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളും കാണിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡ്യൂറിങ് എ REM സ്ലീപ്പ് ദ ബ്രെയിൻ ഈസ് വെരി ആക്റ്റീവ് ജസ്റ്റ് ലൈക്ക് ദ പേഴ്സൺ ഹു ഈസ് വാക്കിംഗ്. നടക്കുന്ന ഒരാൾ എന്തുമാത്രം ആക്റ്റീവാണോ ആ സമയത്ത് അയാളുടെ ബ്രെയിൻ എന്തുമാത്രം ആക്റ്റീവാണോ അത്രയും ആക്ടിവിറ്റി REM സ്ലീപ്പിൻ്റെ സമയത്ത് നമുക്ക് ബ്രെയിനിൽ കാണാൻ സാധിക്കും. സോ ഡ്യൂറിങ് ദ ടൈം ഓഫ് REM സ്ലീപ്പ് വി ക്യാൻ സീ ദാറ്റ് ബ്രെയിൻ ഈസ് വെരി ആക്റ്റീവ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക്, ദ പാരഡോക്സിക്കലി എന്ന വാക്കിനർത്ഥം വിരോധാഭാസം എന്നുള്ള മീനിങ് ആണ്. ദ ഫാസ്റ്റ് വേക്കിംഗ് വാക്കിംഗ് ലൈക്ക് EEG ആക്ടിവിറ്റി ഈസ് അക്കമ്പനീഡ് ബൈ എറ്റോണിയ. അതായത് ഈ സമയത്ത് നടക്കുമ്പോൾ ഒരാൾ നടക്കുമ്പോൾ വളരെ ആക്റ്റീവ് ആണെന്നല്ലോ പറഞ്ഞത്. ആ സമയത്ത് അയാളുടെ ബ്രെയിൻ വളരെ ആക്റ്റീവ്. അതുപോലത്തെ ഒരു ബ്രെയിൻ വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ദർ ഈസ് എറ്റോണിയ ഓർ പാരാലൈസിസ് ഓഫ് ബോഡി മസിൽ. നമ്മുടെ ബ്രെയിൻ മാത്രമേ ആക്റ്റീവ് ഉള്ളൂ, ബോഡി മസിൽസ് കംപ്ലീറ്റ്ലി പാരാലൈസ്ഡ് ആണ്. പാരാലൈസിസ് ഓഫ് ബോഡി മസിൽ, മസിൽസിനൊന്നും കാര്യമായ ഒരു തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ആ മസിൽസ്. അറ്റോണിയ ഓർ പാരാലിസിസ് ഓഫ് ബോഡി മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ REM സ്ലീപ്പിൻ്റെ സമയത്ത് രണ്ട് കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ബോഡി മസിൽസ് എല്ലാം ഏകദേശം തളർന്നാണ് കിടക്കുന്നത്. അതേസമയം ബ്രെയിനിൻ്റെ നിയോ കോർട്ടെക്സിൽ വളരെയധികം ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് അവിടെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്, വിരോധാഭാസം എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു വൈരുദ്ധ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തുടക്കം തൊട്ട് തന്നെ സയൻറ്റിസ്റ്റുകളെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ഒരു സമയത്ത് മറ്റുള്ളത് എന്താണ് സംഭവിക്കുന്നത്? ഓൺലി മസിൽസ് ദാറ്റ് അലൗ ബ്രീത്തിങ് ആൻഡ് കൺട്രോൾ ഐ മൂവ്മെൻറ്റ്സ് റിമെയിൻ. അതായത് ഈ REM സ്ലീപ്പിൻ്റെ ഈ ഒരു സമയത്ത് ബോഡി ഏകദേശം ഒരു തളർന്നു കിടക്കണേണ്.
ആകെ 2 മസിൽസ് ആക്റ്റീവായിട്ടുള്ളത്, ഒന്ന് ബ്രീത്തിങ്ങിന് സഹായമായിട്ടുള്ള മസിൽസ്, പിന്നെയുള്ളത് ഐ മൂവ്മെൻറ്റ്സിന് സഹായമായിട്ടുള്ള മസിൽസ്. ബാക്കി എല്ലാ മസിൽസും ആ സമയത്ത് ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ തളർന്നാണ്, പാസീവാണ്, ഹൈലി ഒരു പാരാലൈസസ് പോലെ കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നമുക്ക് ഇന്നും വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്നും ഒരു പ്രഹേളിക പോലെ, ഒരു എന്താ പറയുക, ഒരു എനിഗ്മ പോലെ നമുക്ക് കിടക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. അറിയാമെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരാൾ ദേഷ്യപ്പെടുന്നത്, ഒരാൾക്ക് എന്തുകൊണ്ടാണ് സ്നേഹം തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾക്ക് പക തോന്നുന്നത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. സ്റ്റിൽ വി ഡോണ്ട് നോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. ഞാൻ പറഞ്ഞു ഓൺലി മസിൽ ദാറ്റ് അലൗ ബ്രീത്തിങ് ആൻഡ് ഐ മൂവ്മെന്റ്സ് ആർ ആക്റ്റീവ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഡ്യൂറിങ് REM സ്ലീപ്പ് ആക്റ്റീവ് ഡ്രീമിംഗ് ടേക്ക് പ്ലേസ്. സ്വപ്നം കാണുന്നത് ഈ എല്ലാം ആദ്യത്തെ 1.5 മണിക്കൂർ സമയത്താണ് ഭൂരിഭാഗം പേരും. അപ്പോൾ സ്വപ്നങ്ങൾ സംഭവിക്കുന്നത് അത് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് പീപ്പിൾ ആർ ഡ്രീമിങ് ഡ്യൂറിങ് ദ ടൈം ഓഫ് REM സ്ലീപ്പ്. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ ബ്രെയിൻ ആക്റ്റീവാണ്, പക്ഷെ ശരീരം തളർന്നു കിടക്കുന്നത്. ദ ബ്രെയിൻ ഈസ് വെരി ആക്റ്റീവ് ബട്ട് ദ ബോഡി ഈസ് റിലാക്സ്ഡ്. ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഇൻ എ സ്റ്റേറ്റ് ഓഫ് പാരലൈസിസ്. അപ്പോൾ ആ സമയത്ത് നോക്കിയാൽ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ആൻഡ് ബോഡി ടെമ്പറേച്ചർ, നോർമലി ഇത് മൂന്നും ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, മൂന്നും ഏകദേശം ഒരു ലോവർ റേറ്റിലായിരിക്കും. പക്ഷേ ഈ REM സ്ലീപ്പിൻ്റെ സമയത്ത് ഈ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചറൊക്കെ കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ REM സ്ലീപ്പ് വളരെയധികം എന്താ പറയുക, ഒത്തിരിയധികം ഇൻട്രസ്റ്റോടെ സയൻറ്റിസ്റ്റുകൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്ക് അത്യാവശ്യം മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, REM സ്ലീപ്പിൻ്റെ സമയത്ത് ദർ ഈസ് റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ഉണ്ട്. രണ്ടാമത് ഹാർട്ട് റേറ്റിലും ബ്ലഡ് പ്രഷറിലൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ട്. മൂന്നാമത്തത് ബ്രെയിനിൻ്റെ നിയോ കോർട്ടെക്സിൽ വളരെയധികം ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. നാലാമതൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നത്, പീപ്പിൾ ആർ ഡ്രീമിങ് ഡ്യൂറിങ് REM സ്ലീപ്പ്. അതായത് ആ സമയത്ത് REM സ്ലീപ്പിൻ്റെ സമയത്ത് ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് ഒരാളെ വിളിച്ചുണർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ട സ്വപ്നം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നതായിട്ടാണ് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് REM സ്ലീപ്പിൻ്റെ സമയത്താണ് സ്വപ്നങ്ങൾ കാണുന്നത് എന്നും സയൻറ്റിസ്റ്റുകൾ ഏകദേശം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇനി REM സ്ലീപ്പ് ഏകദേശം കുറച്ച് സമയം ഉണ്ടുള്ളൂ. 10 to 15 മിനിറ്റ്സ് ആണ് ഒരു REM സ്ലീപ്പിൻ്റെ ഒരു കാലാവധി, ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. ഒത്തിരി അധികം സമയമൊന്നും REM സ്ലീപ്പ് ഇല്ല. അപ്പോൾ ഈ രീതിയിലാണ് REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ. REM സ്ലീപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ REM സ്ലീപ്പ് എന്നും NEREM സ്ലീപ്പ്, NREM, നോൺ REM സ്ലീപ്പ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ REM സ്ലീപ്പിൻ്റെ സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു, ബ്രെയിൻ ആക്റ്റീവാണ്. NEREM സ്ലീപ്പ് അല്ലെങ്കിൽ നോൺ REM സ്ലീപ്പിൻ്റെ സമയത്ത് നമ്മൾ ബ്രെയിൻ അത്രയും ആക്റ്റീവ് അല്ല, നമ്മൾ സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനി ഡ്യൂറിങ് ദ നൈറ്റ് ദീസ് സൈക്കിൾസ് ഓഫ് സ്ലോ വേവ് സ്ലീപ്പ് ആൻഡ് REM സ്ലീപ്പ് അൾട്ടർനേറ്റ്. അതായത് ഒരു ദിവസം ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ സ്ലോ വേവ് സ്ലീപ്പ് കൂടെയാണ് പോകുന്നത്. പിന്നെ ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഏതാണ്ട് REM സ്ലീപ്പ് വരുന്നുണ്ട്. പിന്നെയും ചിലപ്പോൾ കുറേ നേരത്തേക്ക് സ്ലോ വേവ് സ്ലീപ്പ് ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ പിന്നെയും REM സ്ലീപ്പ് വരാം. അപ്പോൾ ഒരു നോർമൽ ഡേ ഒരു 7 or 8 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പല സ്റ്റേജിൽ കൂടി ഒക്കെ കടന്നു പോകുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ദിവസം തന്നെ 2, 3, 4 തവണയൊക്കെ REM സ്ലീപ്പ് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ REM സ്ലീപ്പിൻ്റെ സമയത്ത് ദർ ഈസ് എ ഹയർ ബ്രെയിൻ ആക്ടിവിറ്റി ആൻഡ് യൂഷ്വലി ദിസ് REM സ്ലീപ്പ് ഈസ് ഫോളോഡ് ബൈ ഈ സ്ലോ വേവ് സ്ലീപ്പ്. സ്ലോ വേവ് സ്ലീപ്പാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അപ്പോൾ അങ്ങനെ REM സ്ലീപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇനി ഓവർ ദ കോഴ്സ് ഓഫ് എ ലൈഫ് ടൈം ദ പാറ്റേൺ ഓഫ് സ്ലീപ്പ് സൈക്കിൾ ചേഞ്ചസ്. ദ പാറ്റേൺ ഓഫ്, അതായത് ഒരാളിപ്പോൾ ചെറുപ്പത്തിൽ, ഇപ്പം നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങണം കണ്ടിട്ടില്ലേ? അവരതിപ്പോൾ 10 or 20 എനിക്ക് ചിലപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ 20 മണിക്കൂറൊക്കെ ഉറങ്ങും, പിന്നെ ഒരു 15 മണിക്കൂറൊക്കെ ഉറങ്ങും. പിന്നെ അത് കുറേശ്ശെ ഇത് കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ കുട്ടികൾ പൊതുവേ ലോങ്ങർ സ്ലീപ്പ് ടൈം ഉണ്ടാവും. പ്രായമാവും തോറും ആ സ്ലീപ്പ് ടൈം കുറഞ്ഞു വരുന്നുണ്ട്. ഇൻഫന്റ് സ്ലീപ്പ് അപ് ടു 18 hours per day. They spend much more time in deep slow wave sleep. ഇൻഫൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് നോക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഫൻസിന് ഡീപ്പ് സ്ലോ വേവ് സ്ലീപ്പ് വളരെ കൂടുതലാണെന്നാണ്. As the children mature, they spend less time asleep and less time in deep slow. അതായത് കുട്ടികൾ വലുതാവും തോറും ഡീപ്പ് സ്ലോ വേവ് സ്ലീപ്പിൻ്റെ അളവ്, അതിൻ്റെ ടൈം
ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നോർമലി ഒരു അഡൽട്ട്സിനെയൊക്കെ എടുത്ത് പീപ്പിൾ സ്ലീപ്പ് ഓൺലി 6 to 7 hours പെർ നൈറ്റ്. ഇതാണ് സാധാരണഗതിയിൽ ഏകദേശം ഇത്. അതായത് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരു 12 മണിക്കാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഒരു 7 മണി വരെ നിങ്ങൾ കിടക്കണം, എന്നാലും ഒരു 7 hours ആവുള്ളൂ. അപ്പോൾ 11 മണിക്ക് കിടന്നാൽ നിങ്ങൾക്ക് ഒരു 6 മണിക്ക് ആകുമ്പോൾ എഴുന്നേക്കാം. അപ്പോൾ ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒരു 11 to 6. 11:30ക്കാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ 6:30 ആകുമ്പോൾ നിങ്ങൾ, അപ്പോൾ ഏകദേശം മിനിമം ഒരു 7 hours എങ്കിലും നിങ്ങൾ ഉറങ്ങണം. അതൊരു നല്ലൊരു ശീലമാണ്. ഏത് സിറ്റുവേഷനിലും 7 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ അതൊരു തരം റീചാർജിങ് ആണ്. ആ റീചാർജിങ് നമ്മുടെ പിറ്റേ ദിവസത്തെ ആക്ടിവിറ്റിക്ക് ആവശ്യമാണ്. അപ്പോൾ ആ റീചാർജിങ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ, പണ്ട് മനുഷ്യന് ഈ TV ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട്. ഒരു 10-20 വർഷമൊക്കെ മുമ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2000-ന് മുമ്പുള്ള സമയം വരെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ലൈറ്റ് ഓഫ് ആവും, എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങും. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാനില്ല. കാരണം പിറ്റേ ദിവസം നേരത്തെ കിടന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ അവർ എഴുന്നേക്കും. എങ്കിലേ അവർക്ക് മിക്കവാറും ഒക്കെ കൃഷിപ്പണിയും ഒക്കെ ഉള്ളവരായിരിക്കും. അതിലോട്ടൊക്കെ രാവിലെ നിലേ ഇതെല്ലാം പോയി ചെയ്യാൻ ഏറ്റവും നല്ലത്, വെയിൽ മൂക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആ ഒരു ഇതിന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവർ 5 മണിക്കൊക്കെ എഴുന്നേക്കാൻ പാകത്തിൽ ഒരു 10 മണിക്കുള്ളിൽ അവരെല്ലാവരും കിടന്നിടും. 10 മണി അവരുടെ മാക്സിമം ടൈമാണ് ആ സമയത്ത്. മിക്കവാറും ഒരു 9 മണി കഴിയുമ്പോൾ തന്നെ പല വീടുകളിലും, ഗ്രാമപ്രദേശങ്ങളിലെ പല വീടുകളിലൊക്കെ ലൈറ്റ് ഓഫാണ്. ഇന്നിപ്പോൾ അവസ്ഥ എന്ത് പറ്റും? ഇന്നിപ്പോൾ TV ഉണ്ട്, രാത്രി 24 hours TV ചാനൽസ് ഉണ്ട്, നിങ്ങൾക്ക് 24 hours ഇൻ്റർനെറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലോട്ടൊക്കെ വന്നപ്പോഴേക്കും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഈ ഒരു സ്ലീപ്പിൻ്റെ പാറ്റേൺ ആകെ തെറ്റി. അപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു ജനറേഷൻ്റെയും ഒരു വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺസ് പലപ്പോഴും തെറ്റായിട്ടാണ് പോകുന്നത്. ചിലവർ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നത്, പക്ഷേ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ 7 hour സ്ലീപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് 6 മണിക്ക് എഴുന്നേക്കിന് 11 മണിക്ക് എടുക്കുക. അതാണ് ഏകദേശം 11 to 6. അതാണ് ഒരുപക്ഷെ അത്യാവശ്യം മറ്റുള്ളവർക്ക് അധികം ദ്രോഹമൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ടൈം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ നീഡ്സ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഏതായാലും 7 മണിക്കൂറിൽ കൂടുതൽ കുറവ് സമയം നിങ്ങൾ സ്ലീപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്യാതെ, നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ 7 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു ജോലി സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. കുറച്ചും കൂടി നേരത്തെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. വീട്ടിലെത്തിക്കഴിഞ്ഞാലും ജോലി പിറ്റേ ദിവസത്തേക്കുള്ള പലപ്പോൾ പാചകം ചെയ്യാനും, സ്ത്രീകളൊക്കെ ആണെങ്കിൽ പാചകം ചെയ്യാനുള്ളതുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോഴേക്കും പലപ്പോഴും ലേറ്റ് ആവും. അപ്പോൾ ചിലപ്പോൾ 7 hours കിട്ടിയെന്ന് വരില്ല, എങ്കിലും 6 hours, ഒരു 6 to 7 ആണ് ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറയരുത്. അതിൽ കുറവാണ് നിങ്ങൾ സ്ലീപ്പെങ്കിൽ നിങ്ങളുടെ ബോഡി റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് സംഭവിച്ചാലും 6 hour സ്ലീപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 6 to 7, അതാണ് ഏറ്റവും. ഇപ്പോൾ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് 7 hours ആണ്. ചിലർ 8 hours ഉറങ്ങുന്നുണ്ട്. 8 hours ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ യു. നല്ല നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ വേണമെങ്കിൽ 8 hours ആയി കിടന്നുറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിലും കൂടുതൽ കിടന്ന് ഉറങ്ങിയേക്കരുത്. അത് കൂടുതൽ ഉറങ്ങുന്നത് ഒരിക്കലും നല്ലതുമല്ല. അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. ആൻഡ് വാട്ട് ഈസ് മോർ, adults often complain of early waking that they cannot avoid and spend very little time in slow. അത് പലപ്പോഴും പല മുതിർന്ന ആളുകളുടെ ഒരു പ്രശ്നം, അഡൽട്ട്സിൻ്റെയൊക്കെ ഒരു പ്രശ്നം, പെട്ടെന്ന് എഴുന്നേറ്റ് പോരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ, നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള ചിലപ്പോൾ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ഒക്കെ ഉണ്ടാവും. അവരോടൊക്കെ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, ഉറക്കം കിട്ടുന്നില്ല. എന്താണ് രാത്രി പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങണമായിരിക്കും ചിലപ്പോൾ. എന്നിട്ട് പറയും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം. അപ്പോൾ അവരുടെയൊക്കെ സ്ലീപ്പ് പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള സ്ലീപ്പ് രാത്രി തന്നെയാണ്. പകൽ കൂടുതൽ സമയം കിടന്ന് നമ്മൾ ഉറങ്ങിയാൽ ഒരുപക്ഷെ രാത്രി അധികം നമുക്ക് ആക്റ്റീവായിട്ട് നല്ല രീതിയിലുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഗുഡ് സ്ലീപ്പ്, അതായത് നമ്മുടെ സ്ലീപ്പിൻ്റെ, ഒരാളുടെ സ്ലീപ്പിൻ്റെ പാറ്റേൺ, സ്ലീപ്പിൻ്റെ ക്വാളിറ്റി, ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ന് വെച്ചാൽ ശാന്തമായ ഒരു ഉറക്കം. അതാണ് ഞാൻ ക്വാളിറ്റി സ്ലീപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഉറങ്ങുമ്പോൾ ശാന്തമായ, പൂർണ്ണമായ റിലാക്സേഷനോടെ ഉറങ്ങുക. അങ്ങനെ ഉറങ്ങാൻ പറ്റിയാലും മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാന്തത ഉണ്ടാവുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ശാന്തതയും സന്തോഷവും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം ആദ്യം ഒന്ന് ശരിയാക്കണം. ഉറക്കം ശരിയായി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലെ ക്രമം വരും. ബാലൻസ് എന്നത് നമ്മുടെ ഫിസിയോളജിയാണ്, നമ്മുടെ ബോഡീയുടെ ഒരു കൺട്രോൾ ഇങ്ങനെയാണ്. അപ്പോൾ അത് ശരിയാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇത് എല്ലാം മാറി വരുന്നത് കാണാൻ പറ്റും. ഇനി ഇത്രയാണ് നമ്മുടെ ഒരു സ്ലീപ്പ് പാറ്റേണിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ. കുറച്ചും കൂടിയൊക്കെ ഇത്രയും ഇതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ ഇതിൻ്റെ അത് അധികം ഒരു കൃത്യമായ ഒരു ഡാറ്റയൊന്നും കിട്ടിയിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബ്രെയിൻ വേവ്സ് എങ്ങനെയാണ്, ബ്രെയിനിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട്. അത് EEG എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തോളാം. അപ്പോൾ ഇത്രയും ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. അതായത് നല്ല രീതിയിലുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഏകദേശം 20 വയസ്സിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ശീലങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അതുപോലെ ജീവിത അവസാനം വരെ എന്ന് വേണമെങ്കിൽ പറയാം കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. നല്ല ശീലങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ 20 വയസ്സിനുള്ളിൽ പുകവലിച്ചില്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും പുകവലിക്കത്തില്ല. അത് ഏകദേശം സത്യമാണ്, ഏകദേശം. കാരണം പല ലൈഫ് ഹാബിറ്റ്സും ഒക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത്, അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ അവസാനം വരെ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. പ്രത്യേകിച്ചും ഇന്നത്തെ നിങ്ങളുടെയൊക്കെ ഇനിയുള്ളൊരു കാലഘട്ടം ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രെസ്സ് ചെയ്യുന്ന ഒരു ലോകമാണ്. ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് വേണമെങ്കിൽ കിടക്കുന്ന സമയത്തൊക്കെ തന്നെ വേണമെങ്കിൽ നിങ്ങൾ ചിലരൊക്കെ മൊബൈൽ കൈയൊക്കെ പിടിച്ചിട്ടായിരിക്കും. കാരണം കഴിയുന്നതും അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ ബെഡിലോട്ട് വരുമ്പോൾ മൊബൈലും കൊണ്ട് വരാതിരിക്കുക. കാരണം ഈ മൊബൈലിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നിങ്ങളുടെ കണ്ണിനെ പ്രത്യേകിച്ച് ആ സമയത്ത് നിങ്ങൾ ഡിം ലൈറ്റിലാണ് മൊബൈൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ നിങ്ങളുടെ കണ്ണിന് കൂടുതൽ ദോഷം ചെയ്യും, കൂടുതൽ സ്ട്രെസ്സ് നിങ്ങളുടെ ഐസിനുണ്ടാക്കും. അത് നിങ്ങളുടെ ഐസൈറ്റിനെ ദീർഘകാലത്തിലോട്ട് പോകുമ്പോൾ നിങ്ങളത് എഫക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ബെഡിലേക്ക് വരുമ്പോൾ ഉറങ്ങാനാണ്, പിന്നെ ആ സമയത്ത് വേറെ ഒന്നും കൊണ്ടുവരാതിരിക്കുക. അതാണ് ഒരു നല്ല ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. കാരണം നല്ല ക്വാളിറ്റിയുള്ള, ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ പിറ്റേ ദിവസം നിങ്ങൾ അത്രയും സന്തോഷമാണ്, അത്രയും പീസ്ഫുള്ളായിരിക്കും നിങ്ങൾ. അതേസമയം ശരിയായിട്ട് ഉറങ്ങാതെയാണെങ്കിൽ വെറുതെ കണ്ണിക്കണ്ട ആളുകളോടൊക്കെ മെക്കിട്ട് കയറുന്ന കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മര്യാദക്ക് ഉറങ്ങിയില്ലെങ്കിൽ വെറുതെ ഇരുന്ന് മിക്കിട്ട് തീർന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും വരുന്നത് നമുക്ക് വേണ്ട പോലെ റെസ്റ്റ് കിട്ടാതെ വരുമ്പോഴാണ്. കാരണം മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞ റെസ്റ്റ് ഈസ് എ പ്രോസസ് ഓഫ് റീചാർജിങ്. ആ ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഇത് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ സ്ലീപ്പ് വേവ്സ് എങ്ങനെയാണ്, അത് ഒരു ക്ലാസ് എടുക്കാൻ മാത്രമുള്ളതുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീപ്പ് വേവ്സ് എങ്ങനെയാണ്, EEG എന്താണ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കാം.